ഇന്ത്യയുടെ മികച്ച T20 ബാറ്റർമാരിൽ ഒരാളായി ഉയർന്നു വന്ന സഞ്ജു സാംസൺ മികച്ച ഫോമിലാണിപ്പോൾ. ഇന്ത്യക്ക് വേണ്ടി തന്റെ അവസാന 6 T20 ഇന്നിംഗ്സുകളിൽ 3 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. ഒരു വർഷം 3 T20 സെഞ്ചുറി നേടുന്ന ലോകത്തെ ആദ്യ താരം കൂടിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തയിൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു മികച്ച തുടക്കം കുറിച്ചെങ്കിലും അത് വലിയ ഇന്നിംഗ്സാക്കി മാറ്റാനായില്ല. 130 സ്ട്രൈക്ക് റേറ്റിൽ 26 റൺസാണ് അദ്ദേഹം നേടിയത്. 20 പന്തിൽ 4 ഫോറുകളും 1 സിക്സറും ഉൾപ്പെടെയാണിത്. 2024 T20 ലോകകപ്പിന് ശേഷം വിരമിച്ച വിരാട് കോഹ്ലി ഇപ്പോഴും ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റൺവേട്ടക്കാരനാണ്. ഏകദിനത്തിലാണ് കൂടുതൽ തിളങ്ങിയതെങ്കിലും ഏറ്റവും ചെറിയ ഫോർമാറ്റിലും മികച്ച കരിയർ റെക്കോർഡാണുള്ളത്. 2022 T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെയും 2024 T20 ലോകകപ്പ് ഫൈനലിലും കോഹ്ലി മറക്കാനാവാത്ത നിരവധി ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര T20യിൽ ആദ്യ 38 ഇന്നിംഗ്സുകൾക്ക് ശേഷം ഇരുവരുടെയും പ്രകടനം ഒന്ന് വിലയിരുത്താം. അരങ്ങേറ്റത്തിന് ശേഷം സ്ഥിരതയില്ലായ്മ കാരണം സ്ഥാനം നിലനിർത്താൻ പാടുപെട്ട സഞ്ജു സമീപകാലത്ത് പവർ ഹിറ്റിംഗിലൂടെ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. 2015 ഹരാരെയിൽ 2ാം T20 മത്സരത്തിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു അരങ്ങേറ്റം. 7ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് 24 പന്തിൽ 19 റൺസ് മാത്രമാണ് നേടിയത്. ടീമിലെ സ്ഥിര സാന്നിധ്യമാകാൻ സഞ്ജു നിരവധി വർഷങ്ങളെടുത്തു. ഇതുവരെ 38 T20 മത്സരങ്ങൾ കളിച്ച സഞ്ജു 34 ഇന്നിംഗ്സുകളിൽ നിന്ന് 27.86 ശരാശരിയിലും 154.24 സ്ട്രൈക്ക് റേറ്റിലും 836 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 3 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട്. 2024 ഒക്ടോബറിൽ ഹൈദരാബാദിൽ ബംഗ്ലാദേശിനെതിരെ 74 പന്തിൽ നിന്ന് 111 റൺസ് നേടിയതാണ് ഉയർന്ന സ്കോർ. മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനത്തിന് കൂടുതൽ കാലമെടുത്തതിനാൽ റൺസും ശരാശരിയും വളരെ കുറവാണ്. അന്താരാഷ്ട്ര T20 ഉൾപ്പെടെ കൂടുതൽ T20 സെഞ്ചുറികൾ നേടിയ താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്താൻ സഞ്ജുവിന് ഇനി 2 സെഞ്ചുറികൾ മതി. ആദ്യ 38 T20 മാച്ചുകളിൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം കൂടി നോക്കാം. 2010-2016 കാലത്താണ് കോഹ്ലി ആദ്യ 38 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ പൂർത്തിയാക്കിയത്. 52.61 എന്ന മികച്ച ശരാശരിയിൽ 1368 റൺസും അദ്ദേഹം നേടി. ഈ കാലയളവിൽ സെഞ്ചുറി നേടിയിട്ടില്ലെങ്കിലും 13 ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. 2016 അഡ്ലേഡിൽ നടന്ന 2ാം T20യിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ 90 റൺസാണ് ഏറ്റവും ഉയർന്ന സ്കോർ. 55 പന്തുകളിൽ 163.63 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഈ പ്രകടനം. ആകെ 125 മത്സരങ്ങൾ കളിച്ച കോഹ്ലി 48.69 ശരാശരിയും 137.04 സ്ട്രൈക്ക് റേറ്റും ഉൾപ്പെടെ 4188 റൺസ് നേടിയിട്ടുണ്ട്. ഇതിൽ 1 സെഞ്ചുറിയും 38 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടുന്നുണ്ട്. 2010 ഹരാരെയിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു T20 അരങ്ങേറ്റം. ആദ്യ 38 T20 ഇന്നിംഗ്സുകൾ പരിശോധിക്കുമ്പോൾ ടോട്ടൽ സ്കോർ, ശരാശരി, സ്ട്രൈക്ക് റേറ്റ്, അർദ്ധ സെഞ്ചുറികൾ എന്നിവയുടെ എണ്ണത്തിൽ കോഹ്ലി ബഹുദൂരം മുന്നിലാണ്. അദ്ദേഹത്തിന്റെ സ്ഥിരതയുള്ള പ്രകടനമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സെഞ്ചുറികളുടെ എണ്ണത്തിൽ മാത്രമാണ് സഞ്ജു കോഹ്ലിയേക്കാൾ മുന്നിലുള്ളത്.